നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകം പ്രവാസികൾക്ക് നൽകിയ കരുതലിനും മാറ്റുകൂടുതലാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രവാസി ചെയ്തത് അതുക്കും മേലെ തന്നെയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആദ്യ നാൾ മുതൽ സജീവ സന്നദ്ധ പ്രവർത്തകൻ AS ദീപുവിന്റെ ഫോണിലേക്ക് ഇപ്പോഴും നന്ദി സന്ദേശങ്ങളാണ് എത്തുന്നത്. തങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയതിന്, ആഹാരവുമായി എത്തിയതിന്, പുതിയ താമസയിടം ഒരുക്കിയതിന്, ഇങ്ങനെ നീണ്ടുപോകുന്നു അവ. ഒപ്പം ദുബായ് പോലീസിന്റെയും വദാനി അൽ ഇമറാത്ത് ഫൗണ്ടേഷന്റെയും ആദരവും ദീപുവിനെ തേടിയെത്തി. സഹജീവികളോട് കാണിച്ച സ്നേഹത്തിന് നിരവധി സംഘടനകളും ദീപുവിനോട് ഇന്നും നന്ദി അറിയിക്കുന്നു. അക്കാഫ് വളണ്ടിയർ ഗ്രൂപ്പിന്റെയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സീറ്റയുടെയും സജീവ പ്രവർത്തകനാണ് ദീപു. കൊല്ലം അഞ്ചൽ ഏരൂർ വൈശാഖത്ത് ദീപു ദുബായിൽ വ്യവസായിയാണ്. ഇടയ്ക്കിടെ പിണങ്ങുന്ന നടുവിന്റെ ഡിസ്കുമായാണ് കോവിഡിന്റെ എല്ലാ റിസ്കും എടുത്ത് ദീപു ആദ്യ നാൾ മുതൽ സജീവമായി രംഗത്തിറങ്ങിയത്. ഓടി ഓടി നടുവ് വല്ലാതെ പിണങ്ങിയപ്പോൾ 2 ആഴ്ച മുൻപ് കിടപ്പിലുമായി. പക്ഷേ അപ്പോഴും ഒരു ഫോൺ വിളിയിൽ പലർക്കും സഹായമെത്തി. വിവിധ സഹായങ്ങളുടെ രൂപത്തിൽ ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നൈഫ് പ്രദേശത്ത് കാസർഗോഡ് നിന്നുള്ളവർക്ക് കോവിഡ് ബാധിച്ചു എന്ന സന്ദേശമാണ് ആദ്യം എത്തിയത്. നാട്ടിൽ പോയവർ അവിടെയും കോവിഡ് ബാധയ്ക്ക് കാരണമായി എന്ന വാർത്ത വന്നതോടെ തികഞ്ഞ ഗൗരവമായാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്ന് ദീപുവിന് മനസ്സിലായി. പക്ഷെ അപ്പോഴും എവിടെ തുടങ്ങണമെന്ന് അറിയാത്ത അവസ്ഥ. സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയുമായി ബന്ധപ്പെട്ടതോടെ മെല്ലെ രംഗത്തിറങ്ങി. നൌഷാദ്, മുനീർ, ബുഹാരി, സക്രിയ, നസീഫ്, ജാബിർ, സബ, ബിന്ദു എന്നിവരുടെ ഒരു സംഘം മുന്നോട്ട് പോയി. ഏപ്രിൽ 1 കോവിഡ് പരിചരണത്തിനായി കണ്ടുവച്ച വർസാനിലേക്ക് സംഘം എത്തി 3 ദിവസം മുഴുവൻ അവിടുത്തെ ജോലികളിൽ ഏർപ്പെട്ടു. പിന്നീട് നൈഫ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ നിന്ന് പോലീസ് സഹകരണത്തോടെ രോഗം രൂക്ഷമായ നൈഫിലെ താമസയിടങ്ങളിലേക്ക് പോയി. രോഗികളെ RTA വാഹനത്തിൽ എത്തിക്കുന്ന ജോലി. മലയാളി സമൂഹവുമായി ബന്ധപ്പെടാൻ പോലീസിന് ദീപുവിനെ പോലുള്ളവരുടെ സഹായം ഗുണകരമായി. മുഹമ്മദ് അലി പാറക്കടവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. KMCC, MSS, അക്കാഫ് വളണ്ടിയർ ഗ്രൂപ്പ്, ഓർമ്മ, നോർക്ക തുടങ്ങിയവരെല്ലാം വിവിധ മേഖലകളിൽ സജീവമായി. പിന്നീട് വീടുകളിൽ നിന്ന് കോവിഡ് ബാധിതരെ വാർസാനിൽ എത്തിക്കുന്ന ജോലിയായി. ഇതിനിടെ വയോധികർക്ക് വീടുകളിലെത്തി മരുന്നും ആഹാരവും നൽകുന്ന സർക്കാർ പദ്ധതിക്കൊപ്പം ചേർന്നു. രാവിലെ 6 വീട്ടിൽ നിന്നിറങ്ങി പലപ്പോഴും പുലർച്ചെ 2 3 മാത്രം വീട്ടിൽ കയറിയ ദിനങ്ങൾ. ഇങ്ങനെ 3 മാസത്തോളം ഓടി. ഇതിനിടെ അക്കാഫ് വളണ്ടിയർ ഗ്രൂപ്പിന്റെ സജീവ സഹായത്തോടെ രോഗികളുടെ ഡേറ്റ ഉൾപ്പെടെ തയ്യാറാക്കി പോലീസിനെയും ആരോഗ്യ വകുപ്പിനെയും സഹായിക്കാനും മുന്നിൽ നിന്നു. അക്കാഫ് വളണ്ടിയർ ഗ്രൂപ്പിന്റെ ചുമതലയിൽ അൽഗൂസ്, സോനാപൂർ, സത്വ, ജബൽ അലി എന്നിവിടങ്ങളിൽ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളും തുറന്നു. 20,000 പേർക്ക് മുകളിൽ ഇവിടെ പരിശോധന നടത്തി. ഇവിടെയെല്ലാം സജീവമായി ഇടപെട്ട ദീപു ലേബർ ക്യാമ്പുകളിൽ പ്രചാരണ രംഗത്തും പോയി. പലരുടെയും ദയനീയ അവസ്ഥ കണ്ട കണ്ണു നിറഞ്ഞ നിരവധി സന്ദർഭങ്ങളുണ്ട് എന്ന് ദീപു പറയുന്നു. നൈഫിൽ ഒരു മുറിയിൽ നിന്ന് കോവിഡ് ബാധിച്ചയാളെ രാത്രിയോടെ കൂട്ടുകാർ പുറത്താക്കി. പിറ്റേന്ന് ഉച്ചയോടെ ഫോൺ വിളി എത്തുമ്പോഴും പൊരിവെയിലത്ത് തളർന്നു നിൽക്കുന്ന രോഗിയാണ് കണ്ടത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തളർന്നുപോയി ആ മനുഷ്യൻ. ഹോർലാൻഡ്സിൽ ജോലി നഷ്ടപ്പെട്ട് വീട്ടുജോലിക്കാരുടെ അവസ്ഥയും ദയനീയമായിരുന്നു. പെരുവഴിയിലായ ഇവർക്ക് നാട്ടിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്ന നാൾ വരെയും പാർപ്പിടം ഒരുക്കാനും പിന്നീട് സൗജന്യമായി നാട്ടിലെത്തിക്കാനും കഴിഞ്ഞതിൽ സന്തോഷിക്കുകയാണ് ദീപു. ഏതായാലും ദുബായ് പോലീസും തലവനും നേരിട്ട് അഭിനന്ദിച്ചതിനൊപ്പം അവരുടെ യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതും മറക്കാനാവില്ല എന്നാണ് ദീപു പറയുന്നത്. ഇതുപോലെ സന്നദ്ധ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ അവസരവും ആദരവും നൽകിയാൽ പലതും നമ്മുടെ നാട്ടിലും സാധ്യമാണ് എന്ന് ദീപു പറയുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.